ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പ് കാലത്തിൻ്റെ ചൈതന്യവും അതെന്തിനാണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് കേവലം മത്സ്യമാംസ വർജനമോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമല്ല, അതിലുപരിയായിട്ട് ഈശോയുടെ കൂടെ ഉദ്ധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ തന്നെ സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് ക്രൈസ്തവ ജീവിതം നമ്മളെ നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോമ്പ് എന്ന് പറയുന്ന ആ പ്രക്രിയയിലൂടെ കടന്നു പോകണം. അത് ഈ പറയുന്ന രീതിയിൽ ശാരീരികം മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. ആ കഥ നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാനത് വായിക്കാം. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവർ നെഗേബിൽ നിന്ന് ബത്തേൽ വരെയും ബത്തേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരം അടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും ഫെരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക. ഇടത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. വലത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത്. അത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അബ്രാം തൻ്റെ നാടായ ഊർ എന്ന ദേശത്ത് നിന്ന് പിന്നീട് ഹാരാനിൽ വന്ന് താമസിച്ചതിന് ശേഷം ഹാരാനിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്ഷാമമുണ്ടായി. അങ്ങനെ ആ കാനാൻ ദേശം എന്ന് പറയുന്ന ഇന്നത്തെ ഇസ്രായേൽ, അവിടുത്തെ തെക്ക് ഭാഗത്താണ് ഈജിപ്റ്റ്. അവിടെ പോയി താമസിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് ക്ഷാമമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ തിരികെ ഈജിപ്തിലേക്ക് വന്ന് നെഗേബ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടാരമടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അബ്രാഹത്തിൻ്റെ കൂടെ ഒരുപാട് കന്നുകാലികളും ആടും സ്വർണവും വെള്ളിയൊക്കെ ഉണ്ടായ സ്വത്തുണ്ടായ ചുരുക്കം. ഈ അബ്രാം പോകുമ്പോൾ അബ്രാഹം എന്നുള്ള പേരൊന്നും കൊടുത്തിട്ടില്ല. അബ്രാം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തൻ്റെ പരേതനായ സഹോദരൻ ഹാറാൻ്റെ മകനുമുണ്ട്, ലോത്ത് എന്ന് പറയുന്നവൻ. അങ്ങനെ ഇവനെ കൂട്ടിയിട്ടാണ് അബ്രാം പോകുന്നത് എപ്പോഴും. കാരണം അവന് അപ്പനില്ലല്ലോ, അമ്മയെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. മിക്കവാറും അമ്മ വേറെ കല്യാണം കഴിച്ച് പോയി കാണും ഒരു പക്ഷേ. അങ്ങനെ ഈ ലോത്തും അബ്രാമും വേറെ വേറെ സ്വത്ത് സമ്പാദിച്ചു. അവനും കന്നുകാലികളും കാടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവർ നെഗേബിൽ വന്ന് താമസിക്കുന്നു. അവിടെ വന്ന് താമസിക്കുന്ന അവസരത്തിൽ അവിടെ തന്നെയാണ് നേരത്തെയും അവർ താമസിച്ചിരുന്നത്. ഇവർക്ക് ഒരുപാട് സ്വത്തുണ്ടായി കഴിയുമ്പോൾ ഈ ആട്ടിടയന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളുണ്ട്. അതുങ്ങളെല്ലാം മേയ്ക്കാൻ മാത്രമുള്ള സ്ഥലമില്ല, പുല്ല് കുറവാണ്. അപ്പോൾ ഒരടയും പറയും എൻ്റെ ആടുകളെ മേയ്ക്കും, മറ്റവൻ പറയും എൻ്റെ ആടുകൾ. അങ്ങനെ അവർ വഴക്കുണ്ടാക്കി തുടങ്ങി. അപ്പോൾ അബ്രാം ഈ ലോത്തിനോട് പറയാണ്, മോനെ, നമ്മൾ അങ്ങനെ വഴക്കുണ്ടാക്കുന്ന നമ്മുടെ ഇടയന്മാർ വഴക്കുണ്ടാക്കിയാൽ നമ്മളും വഴക്കുണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള സ്വത്തുണ്ടല്ലോ, അതുകൊണ്ട് ഒന്നിച്ചു പാർക്ക് വയ്യ നമുക്ക്. അപ്പോൾ അബ്രാം പറയുകയാണ് ലോത്തിനോട്, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്.
എന്തൊരു എന്തൊരു ആശയമാണെന്ന് നോക്കിയേ. നമ്മളാണെങ്കിൽ ഇന്ന് എന്തെല്ലാം കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നത്. ചെറിയ 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്താണ്, എൻ്റെ കോഴി അപ്പുറത്തെ പറമ്പിൽ കയറി മുട്ടയിട്ടു, ആ മുട്ട എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പൂച്ച ഇവിടെ കയറി പ്രസവിച്ച കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ല, അതെൻ്റെ അവകാശമാണ്, രണ്ടുപേരും പറയുന്നു. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇവിടെ അബ്രാഹത്തിൻ്റെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ് ഈ നോമ്പെന്ന് പറയുന്നത്. അബ്രാഹാം പറയുന്നത് നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടാവരുത്. നമ്മുടെ ഇടവുകളൊക്കെ എടുത്തു നോക്കുക, ഇന്ന് കലഹത്തിൻ്റെ വേദികളായി മാറിയില്ലേ? നമ്മുടെ സഭ തന്നെ കലഹത്തിൻ്റെ വേദിയായി മാറിയില്ലേ? അതിനകത്ത് ആരും മോശക്കാരല്ല. നമ്മുടെ നേതൃത്വത്തിലുള്ളവരും മിത്രാന്മാരും പുരോഹിതരും സന്യസ്തരും അൽമാരും എല്ലാം ഇതിനകത്തുണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ നോക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അബ്രാഹത്തിൻ്റെ മനോഭാവം ഉണ്ടാകാൻ പറ്റാത്തത്? നമ്മളും തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാവരുത്. ഇടവകളിലാണെങ്കിൽ സ്കൂളുകളെ പ്രതി, അല്ലെങ്കിൽ സ്വത്തിനെ പ്രതി, അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളി പണി, അല്ലെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ വഴക്കുണ്ടാക്കുകയാണ്. നമ്മുടെ പൊതുയോഗങ്ങൾ എടുത്തു നോക്കുക. ഈ പൊതുയോഗങ്ങളിൽ എന്തെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാകുന്നത്. ഈ അബ്രാഹത്തിൻ്റെ ആ ഒരു മനോഭാവം നമുക്കുണ്ടായിരുന്നെങ്കിൽ, ഇതിനെയാണ് നമ്മൾ, ആ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോമ്പ് നോക്കിയെന്ന് പറയാൻ പറ്റുക. അബ്രാഹാം പറയുകയാണ്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. അബ്രാഹാമിൻ്റെ സഹോദരൻ നല്ല സഹോദരൻ്റെ മകനാണ് എങ്കിൽ പോലും മൊത്തത്തിൽ പറയുകയാണ്, നമ്മൾ ബന്ധുക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, നിനക്ക് കാണാം. എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതാണ് വേണ്ടത് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. എത്രയോ വിശാലമായിട്ടുള്ള മനസ്ഥിതിയാന്ന് നോക്കുക. നമ്മുടെ ഇടവകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ഇതുപോലെ ഈ അബ്രാഹത്തെ പോലെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിരുന്നേനെ. ഇതാണ് ഉപവാസത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് നോക്കലിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അതായത് യോർദാൻ നദിയുടെ അവിടെ മാത്രമേ ആകപ്പാടെ ജെറൂസലം അല്ലെങ്കിൽ പലസ്തീനയിൽ വെള്ളമുള്ളൂ. അവിടെ നല്ല യോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ജലപുഷ്ടി, ധാരാളം ജലമുള്ളത്, കാരണം യോർദാൻ നദി അവിടെ ഉണ്ടല്ലോ. അത് കർത്താവിൻ്റെ തോട്ടം പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഏതൻ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. നല്ല മണ്ണ്, നല്ല ഫലപുഷ്ടിയുള്ള പ്രദേശം, ആവശ്യത്തിന് വെള്ളം, ചുരുക്കം അത്രയേ ഉള്ളൂ. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്ന മുമ്പുള്ള അവസ്ഥയായിരുന്നു. അതായത് ലോത്ത് തിരഞ്ഞെടുക്കുന്ന ഈ ജോർദാൻ സമതലമാണ് യഥാർത്ഥത്തിൽ സോദോം ഗൊമോറ പ്രദേശങ്ങൾ. അവിടെയാണിന്ന് ചാവുകടലുള്ളത്. ആ ചാവുകടൽ എങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയാം. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. എന്താ വെച്ചാൽ അവൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ചുരുക്കത്തിൽ അബ്രാഹത്തിന് ചീത്ത ഭാഗം കൊടുത്തു, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത, ഫലപുഷ്ടയില്ലാത്ത, ജലപുഷ്ടയില്ലാത്ത മരുഭൂമി കൊടുത്തു എന്നർത്ഥം. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. കിഴക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോർദാൻ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമിടിച്ചു. എന്നാൽ സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. നോക്കുക, നല്ല ഭൂമി തിരഞ്ഞെടുത്തപ്പോൾ ലോത്തിന് കിട്ടിയ അയൽക്കാരെങ്ങനെയുള്ളവരായിരുന്നു? കർത്താവിൻ്റെ മുമ്പിൽ അവർ മഹാപാപികളായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് സോദോം ഗൊമോറ നഗരങ്ങളെ നശിപ്പിക്കുന്നത്. എന്തായിരുന്നു ആ സോദോം ഗൊമോറ നഗരങ്ങളിലെ പാപം എന്ന് പറയുന്ന? അവർ നല്ല ശതമാനം പുരുഷന്മാരും സ്വർഗ ഭോഗികളായിരുന്നു. അതാണ് പ്രശ്നം. നമുക്കറിയാം, അവിടെ ഈ ദൈവദൂതന്മാർ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോലാഹലം നമുക്കറിയാം. അവരെല്ലാം വിട്ടുകിട്ടാൻ പറഞ്ഞുകൊണ്ട് ലോത്തിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന ആളുകൾ. ചുരുക്കത്തിൽ ഈ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും മനോഭാവം, നമ്മൾ പലപ്പോഴും ഈ ലോത്തിൻ്റെ മനോഭാവമുള്ളവരാണ്. അതുകൊണ്ട് എന്താ പറ്റുന്നത്? നമുക്ക് ലാഭം നോക്കുമ്പോൾ നമ്മുടെ ഇടയിൽ, നമ്മൾ ആരുടെ കൂടെ താമസിക്കുന്നു, ആരുടെ ഇടയിൽ താമസിക്കുന്നുവോ അവർ ദുഷ്ടന്മാരായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ. അവസാനം ഈ ലോത്ത് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടേണ്ട ഗതികേടും നമുക്കറിയാതെ തൻ്റെ ഭാര്യയെ പോലും നഷ്ടപ്പെട്ടു ലോത്തിന്. ഇതാണ് നമുക്ക് സംഭവിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമ്പത്തിനൊക്കെ വേണ്ടിയിട്ട് പിടിവലി കൂടുമ്പോൾ ഇത് ഞങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് ഇടവകയിൽ വാശി പിടിക്കുമ്പോൾ ഓർക്കുക, ഈ ലോത്തിനുണ്ടായ അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് തന്നെയാണ്, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ ഇസ്രായേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിയമാവർത്തന പുസ്തകത്തിലൊക്കെ, ഞാൻ നിങ്ങളെ പഴമൊഴിയും പാഴ്വാക്കുമാക്കുമെന്നാണ്. എൻ്റെ വഴികളിലൂടെ നിങ്ങൾ നടന്നില്ലെങ്കിൽ, നന്മയുടെ വഴിയിലൂടെ നിങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങളെ പാഴ്വാക്കും, പഴമൊഴിയും പാഴ്വാക്കുമാക്കുമെന്നാണ്. അതായത് യാതൊരു പ്രാധാന്യമില്ലാത്ത, വലിച്ചെറിഞ്ഞ് കളയപ്പെടുന്ന അതിനെപ്പോലെ ആയിത്തീരുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെയൊക്കെ സമൂഹം അങ്ങനെ ആകാതിരിക്കണമെന്നുള്ളതാണ്.
ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ പരിച്ഛേദനം ചെയ്തവരാകണം. യഹൂദന്മാരെ പോലെ അവരുടെ ശരീരത്തിൽ പരിച്ഛേദനം ചെയ്താൽ പോരാ, പ്രത്യേക ഹൃദയത്തിലാകണം. ഈ ഹൃദയത്തിലാണ് ഈ മാറ്റങ്ങൾ, ഉപവാസമൊക്കെ ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ വായന തിമോത്തി ലേഖനം, 1 തിമോത്തി ലേഖനം 6 അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. നമ്മളാ പറഞ്ഞു വന്നതിന് ബാക്കി തന്നെയാണ് ഇത് പൗലോസ് പറയുന്നത്. അതായത് ഈ ദൈവത്തിൻ്റെ വചനങ്ങളും പ്രബോധനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നവൻ, അതിനോട് യോജിക്കാതിരിക്കുക ചെയ്യുന്നവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. അവൻ അഹങ്കാരി മാത്രമല്ല, അവൻ അജ്ഞനാണ്. അവന് ദൈവത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ധാരാളമുള്ളതല്ലേ. നമ്മുടെ പൊതുയോഗങ്ങളും നമ്മുടെ മീറ്റിങ്ങുകളും നമ്മുടെ ചർച്ചകളൊക്കെ കണ്ട ധാരാളം മതി. ഇതൊക്കെ തന്നെയാണ്, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യും. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ചോദ്യം ചെയ്യലിനെ പുണ്യമായിട്ട് പ്രചരിപ്പിക്കുന്ന വൈദികർ പോലും ഉണ്ടെന്ന് ഓർക്കുക. അതാണ് എല്ലാത്തിനും ചോദ്യം ചെയ്യണം, അതാണ് പുണ്യമെന്നാണ് പഠിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത്തരം നെറേറ്റീവ്സ്, ആഖ്യാനങ്ങളാണ് ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ തലയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു സമൂഹത്തിനും അച്ചടക്കവും അനുസരണവും വിധേയത്വമൊന്നും ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാം. ആ വാക്ക് അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാക്ക് അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം, അതേ പിടിച്ച് പിന്നെ പറയുകയാണ് ഭയങ്കര വഴക്കുകൾ. അങ്ങനെ വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണ്. ഇത് ദുർവാസനയാണ്, ശരിയായിട്ടുള്ള വാസനയല്ല. ഇതിൽ നിന്നാണ് അസൂയയും വഴക്കും അപവാദങ്ങളും ദുസംശയങ്ങളും ഉണ്ടാകുന്നത്. വെറുതെ അപവാദം പറഞ്ഞു വരുത്തുകയാണ്. അസൂയ, വഴക്ക്, അപവാദം, ദുസംശയം എല്ലാം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നാണ്. ഇതിൽ നിന്നാണ് നമ്മൾ മോചനം പ്രാപിക്കേണ്ടത്. ഈ നോമ്പ് കാലത്ത് ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. ദുഷിച്ച മനസ്സ്, സത്യബോധമില്ലാത്തവർ, ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണ് എന്ന് കരുതുന്നവരായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. നമ്മുടെ ഇടവുകളിൽ സമ്പത്തിനെ ചൊല്ലിയാണ് ഏറിയ ഭാഗം കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഈ ദൈവഭക്തി എന്ന് പറയുന്നത് ധനലാഭത്തിനുള്ള എന്തോ വലിയ മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ തുടർച്ചയായ വാദകോലാഹലങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഈ ഭക്തിരാഹിത്യത്തിൻ്റെ, ഈ ദുരാഗ്രഹത്തിൻ്റെ, ദുസംശയത്തിൻ്റെ എല്ലാം ഫലമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ ഒന്നും നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യുന്നില്ല, കൊണ്ടുപോകാനും സാധിക്കുകയില്ല. നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അവസാനം മൃതശരീരം കുഴിയിലേക്ക് വെക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. എന്തിനാണ് നമ്മളിതിന് മാത്രം വഴക്ക് പിടിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ യഥാർത്ഥ ഉപവാസം ഉണ്ടാകേണ്ടത്. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാജമോഹങ്ങളിൽ നിപതിക്കും. നമുക്ക് ധനം വേണ്ടെന്നല്ല, പക്ഷേ എനിക്കിങ്ങനെ ധനം ഉണ്ടാക്കണം എന്നുള്ള അത്യാർത്തി, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ എല്ലാത്തരത്തിലുള്ള പ്രലോഭനത്തിൽ വീഴും, കള്ളത്തരവും എല്ലാത്തരത്തിലും കപട കച്ചവടവും എല്ലാം നടത്തും. കെണിയിലും പലതരത്തിലുള്ള കെണിയിൽപ്പെടും അവർ. മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിപതിക്കും. നമ്മൾ കേരളം എടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഈ കേരളത്തിലല്ല. നല്ല വിദ്യാഭ്യാസമുള്ളവർ, അറിവുള്ളവർ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിതിന് മാത്രം ഈ തട്ടിപ്പിൽപ്പെടുന്നത്? സ്വർണ്ണച്ചേന, സ്വർണ്ണ ഇരട്ടിപ്പ്, നോട്ട് ഇരട്ടിപ്പ്, എന്തെല്ലാം പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് കുടുക്കിപ്പെടുന്നു, ജോലി കിട്ടുമെന്നും പറഞ്ഞ് പോകുന്നു, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ കഞ്ഞി പോലും കുടിക്കാനില്ലാതെ നടക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഈ പറയുന്ന അത്യാഗ്രഹത്തിൻ്റെ ഫലമാണ്. സാധാരണ മനുഷ്യർ, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെ മനുഷ്യർക്ക് ഇതൊന്നും പറ്റുന്നില്ല. കാരണം അവരതുപോലെ അത്യാഗ്രഹികളൊന്നുമല്ല. അതുകൊണ്ടാണ്. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. ഈ ധനമോഹമാണ് ഒരു വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ തിന്മയുടെയും ഉത്ഭവമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എല്ലാ തിന്മയുടെ അടിസ്ഥാന കാരണം. നമുക്കിതിലൊക്കെ ഒരു മിതത്വം പാലിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമ്മുടെ സമൂഹം വലിയ മാതൃകയായി തീരും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് ഇതൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കണമെന്നല്ലേ, അങ്ങനെ ആയിത്തീരണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു വചനം. ലൂക്കാ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയാണ് സുവിശേഷം. അപ്പോൾ ഇവിടെ സക്കേവൂസിൻ്റെ കഥയാണ്. ഈ സക്കേവൂസ് ആരാണെന്ന് നമുക്കറിയാം. സക്കേവൂസ് ആരായിരുന്നു? ധനികനായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. അതായത് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ 1000 രൂപ പിരിക്കാൻ പറഞ്ഞ് 100 രൂപ പിരിക്കാൻ പറഞ്ഞ് 1000 പിരിക്കും. എന്നിട്ട് എന്താ പറ്റുന്നത്? എന്താണ്? 900 സ്വന്തം പോക്കറ്റ് ഇടും, 100 സർക്കാരിന് കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്നവരും. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഈശോയെ കാണാൻ വേണ്ടി സിക്കമോർ മരത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നപ്പോൾ അവന് പൊക്കം കുറവായിരുന്നു. അതുകൊണ്ടാണ് താഴെ വന്നപ്പോൾ ഈശോ വിളിക്കുന്നത്, സക്കേവൂസ് എന്ന് ഇറങ്ങി വരിക. അവനിറങ്ങി ഓടി വന്ന് സന്തോഷത്തോടെ വന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്ത്, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിച്ചു. അതിനു മുമ്പ് തന്നെ പറയുകയാണ്, ഈശോ പറയുന്നത്, സക്കേവൂസേ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാവരും ഇവൻ പാപിയാണ്, അവൻ്റെ വീട്ടിലാണ് താമസം. അപ്പോൾ ഈ സക്കേവൂസേറ്റ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയെ തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ പ്രിയമുള്ളവരെ, ഈ നോമ്പിൽ രക്ഷിക്കപ്പെടുന്നവർ ഇങ്ങനെയുള്ളവരാണ്. ഈ പണമെല്ലാം ഇട്ടിട്ട് പോകാനായിട്ട് സക്കേവൂസിന് കഴിഞ്ഞ കാരണം എന്താണ്? പൗലോസിലെ പോലെ അവനും പറയാൻ കഴിഞ്ഞു, ഈശോയെക്കുറിച്ചുള്ള അറിവ് എല്ലാത്തിലും വലുതാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ് എന്ന് പറഞ്ഞ പൗലോസിൻ്റെ മുൻഗാമിയാണ് ഈ പറയുന്ന സക്കേവൂസ്. നമുക്ക് ഈ നോമ്പ് കാലം ഇങ്ങനെ പറയാൻ കഴിയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.